സോ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു CS റാങ്ക്ഡ് ഗെയിം പ്ലേ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മാച്ച് എന്ന് പറയുമ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ഗെയിം അപ്ഡേറ്റ് വന്ന ടൈമിൽ കളിച്ചൊരു ഗെയിം പ്ലേ ആണ്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് 500 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിച്ചു തരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഗൈസ്, ഫസ്റ്റ് റൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഞാൻ നേരെ ഗണ്ണൊന്നും എടുക്കാതെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ മുകളിലും തമ്മിലാണെങ്കിൽ അവിടെ ഫ്രണ്ടിൽ കുറച്ച് എനിമീസ് ഉണ്ട് ഓപ്പോസിറ്റ് ചെയ്ത്. അങ്ങോട്ട് ഞാൻ പോയി കുറച്ച് ഡാമേജ് ഒക്കെ കൊടുത്തു, പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മുടെ അടുത്തേക്ക് തന്നെ ഒരുത്തിന് വന്ന് നമ്മൾ അടിക്കാൻ നോക്കിയപ്പോൾ അവൻ നമ്മളങ്ങ് നോക്കാക്കി. കൂടെ നമ്മുടെ ടീംമേറ്റ്സും പാടായി. ഫസ്റ്റ് റൗണ്ട് എന്തായാലും അങ്ങനെ പോയി. എന്നിട്ട് സെക്കൻഡ് റൗണ്ട് ആയി. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ ഗൺ എടുക്കാത്തതുകൊണ്ട് തന്നെ സെക്കൻഡ് റൗണ്ടിൽ കുറച്ചധികം പൈസ ഉണ്ടായിരുന്നു. അത് വെച്ച് കുറച്ച് നേരെ ഗണ്ണും പിന്നെ കുറച്ച് ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ അങ്ങ് വാങ്ങിച്ച് എന്നിട്ട് നമ്മൾ നേരെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ വന്ന് കയറി അവിടെ ആ ഒരു പോസ്റ്റിൻ്റെ ബാക്കിലേക്ക് നിന്ന് കവർ ചെയ്ത് ഇപ്പോൾ നേരെ അങ്ങ് ഓപ്പോസിറ്റുള്ള ആ ഒരു ബിൽഡിങ്ങിൽ 2 എനിമീസ് ഉണ്ടായിരുന്നു. അവർ രണ്ടാൾക്ക് ഞാൻ കുറച്ച് നല്ല ഡാമേജ് കൊടുത്ത്. അപ്പോൾ നമ്മുടെ ടീംമേറ്റ് അവിടെ ഉണ്ടായി ഒരുത്തനെ അവിടെ നോക്ക് ചെയ്തിട്ട് മറ്റവനാണെങ്കിൽ അവിടുന്ന് താഴേക്ക് വലിയ പായുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് ഞാൻ കുറച്ച് ഡാമേജ് എടുക്കാൻ നോക്കി, പക്ഷെ അവന് കിട്ടിയില്ല. പിന്നെ അത് നമ്മൾ നേരെ ഇവിടുന്ന് താഴെ ഒരു സിപ്പ് ലൈൻ പിടിച്ച് നേരെ ഈ ഒരു ഡ്രോപ്പിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങി ആ ഡ്രോപ്പ് ഒന്ന് ലൂട്ട് ചെയ്തു. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും കിട്ടിയ വെച്ച് നമ്മൾ അങ്ങോട്ട് പോയി. ലാസ്റ്റ് ഒരു എനിമി കൂടി ബാക്കി ഉണ്ടായിരുന്നു. അവൻ അടിക്കാതെ നേരെ പോയി. അവനാണ് കണ്ടെയ്നറിൻ്റെ ബാക്ക് ഉണ്ടായിരുന്നു. ഞാൻ അവൻ അടിച്ചത് അവൻ ക്രോണോ ഇട്ട് എന്നിട്ട് അവൻ നേരെ കയറി വന്ന് എൻ്റെ തല അടിച്ച് പൊളിച്ച് ഞാനവിടെ നോക്കായി. നമ്മൾ ബാക്കി 2 ടീംമേറ്റ്സ് ഉണ്ട്. കളി കിട്ടുമെന്ന് വിചാരിച്ചു. നമ്മളെ മൂന്നാമത്തെ ടീംമേറ്റ് അവൻ അടിക്കുമ്പോഴേക്ക് അവനെയും നോക്ക് ചെയ്ത് ആ ഒരു എനിമി. അത് ലാസ്റ്റ് ഒരുത്തിനുണ്ടായിരുന്നു. അവനെയും നോക്ക് ചെയ്ത് ആ ഒരു എനിമിയാണെങ്കിൽ നമ്മുടെ ടീമിനെ മൊത്തം അങ്ങ് വൈപ്പ് ചെയ്ത് ഈ റൗണ്ട് നമ്മളിന്ന് പോയി. അങ്ങനെ മൂന്നാമത്തെ റൗണ്ട് ആയപ്പോഴാണെങ്കിൽ ഞാൻ എക്സിമേറ്റ് എടുത്ത് ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഈ ഒരു ബാക്കിൽ വന്ന് കവർ എടുത്ത് നിന്ന് അപ്പോൾ ആ ഒരു ഡ്രോപ്പിൻ്റെ അവിടെ ആയിട്ട് എനിമീസ് ഉണ്ടായിരുന്നു. ഞാൻ അവനെ കുറച്ച് ഡാമേജ് കൊടുത്ത് നമ്മുടെ ടീംമേറ്റിൻ്റെ ഒരു കില്ല് കുമ്മി. പിന്നെ അങ്ങോട്ട് നേരെ പോയി നോക്കിയപ്പോൾ അവിടെ വേറൊരു എനിമി വന്ന് നമ്മൾ നോക്ക് ചെയ്ത് ആ ഒരു എനിമിയെ റിവൈവ് ചെയ്യുന്നു. നമ്മളവിടെ അത്ര കഷ്ടപ്പെട്ട ഒരു എനിമിയെ നോക്ക് ചെയ്തപ്പോഴാണെങ്കിൽ ഇവനിടെ എല്ലാവരും അറിയാതെ വന്ന് റിവൈവ് ചെയ്യുന്നു. എന്നാലും അവൻ്റെ തല അങ്ങ് നമ്മൾ പൊളിച്ചു വിട്ട് എന്നിട്ട് അവനെയും ഫിനിഷ് ചെയ്ത് അവരുടെ ലൂട്ട് ബോക്സ് ലൂട്ടൊക്കെ ചെയ്ത് ലാസ്റ്റ് ഒരു എനിമിയും കൂടി ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ടീമിൽ 4 ആളെ ലൈവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എനിമി താഴെ കണ്ടെയ്നറിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ താഴോട്ട് ഇറങ്ങി എക്സമേറ്റ് വെച്ച് ആ ഒരു എനിമിൻ്റെ തല അങ്ങ് അടിച്ച് പൊളിച്ച് ഈ റൗണ്ട് നമ്മൾ അങ്ങ് ജയിച്ചു. ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു റൗണ്ട് സക്സസ്ഫുള്ളി ജയിച്ചിട്ടുണ്ട്. എന്നാൽ അടുത്ത റൗണ്ടിൽ ഞാനാണെങ്കിൽ ഈ ഒരു ഏരിയ ആണ് വന്നത്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഗണ്ണൊന്നും ചേഞ്ച് ചെയ്തില്ല. കൂടെ ആർമറും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഗ്രേഡ് കുറച്ച് ഗ്ലൂവാളൊക്കെ വാങ്ങി ഗ്ലൂവാളും ഗ്രനേഡൊക്കെ വാങ്ങി എന്നിട്ട് നമ്മൾ ഈ നേരെ ഈ ഒരു മേളിലുള്ള ഈ ഒരു സംഭവത്തിൽ വന്ന് കയറി. പിന്നെ നമ്മൾ എക്സമേറ്റ് വെച്ച് ആ ഡ്രാഗനെ നമ്മളങ്ങ് വെടിവെച്ചിട്ടതിന് ശേഷം ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ എനിമീസ് ഒന്നും കാണുന്നില്ല. എല്ലാവരും ക്യാമ്പിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ നോക്കുമ്പോഴാണ് അപ്പുറത്ത് നമ്മൾ ഈ ഇങ്ങോട്ട് വരുന്ന ആ വണ്ടിയിൽ ഒരുത്തരം ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഞാനാണ് നെയ്ഡ് കുക്ക് ചെയ്ത് അങ്ങോട്ട് എറിഞ്ഞ്. ഇങ്ങോട്ട് വരുമ്പോൾ സാധാരണ നെയ്ഡ് കുക്ക് ചെയ്ത് അവർക്ക് നല്ല ഡാമേജ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം കുറേ പേരുണ്ടെങ്കിൽ നമ്മൾ നെയ്ഡ് എറിയുമ്പോൾ നല്ല അഡ്വാൻറ്റേജ് ആണ്. അങ്ങനെ എറിഞ്ഞ് നെയ്ഡ് ഗുണമുണ്ടായില്ല. പിന്നെ നേരെ എനിമിട്ട് ആ ഒരു ഗ്ലൂവാളിൻ്റെ മുകളിൽ ചാടി അപ്പുറത്ത് കിടന്ന് അവനെ തോംസൺ വെച്ച് നെക്കി പിടിച്ച് അങ്ങ് നോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് താഴെ എനിമി ഉണ്ടായിരുന്നു. അങ്ങോട്ടൊരു ഫ്രീസ് എറിഞ്ഞ് അതിൽ കുറച്ച് ഡാമേജ് കിട്ടി. താഴെ ഒരു എനിമി ഊക്കമായി തോന്നി. ഞാൻ അടിക്കാൻ നോക്കി, പക്ഷെ ഒന്നും കൊണ്ടില്ല. അതേപോലെ അങ്ങ് സൈഡിൽ ഒരു എനിമി ഉണ്ട്. അവൻ ഇങ്ങോട്ട് ചാടുന്നു. ഞാൻ തോംസൺ ആണെന്ന് കരുതി എക്സമേറ്റ് വെച്ചാണ് അടിച്ചത്. അവനും നോക്കായി, ഞാനും നോക്കായി. ബാക്കി ഒരു എനിമിയും കൂടെ ഉള്ളൂ. അവനാണ് നമ്മുടെ തൊട്ട് താഴെ ഉണ്ട്. പിന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങി അപ്പോഴാണ് നമ്മുടെ ടീംമേറ്റ്സ് ആ ഒരു എനിമീനെ ഫിനിഷ് ചെയ്ത് ഈ റൗണ്ടും കൂടി നമ്മളങ്ങ് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ടിലാണ് ഞാൻ എക്സമേറ്റ് കഴിഞ്ഞ് AWM എടുത്ത് എന്നിട്ട് നമ്മൾ നേരെ ഇവിടെ മുകളിൽ വന്ന് കയറി ഡ്രാഗൺ കുഞ്ഞിനെ അടിക്കുമ്പോഴേക്ക് സൈഡിൽ നിന്ന് 2 അമ്മമാർ വന്ന് നമ്മൾ അടിക്കാൻ നോക്കി. ഞാൻ പെട്ടെന്ന് അവിടെ ഒരു ഗ്ലൂ ആയിട്ട് ഒരു നെയ്ഡ് എടുത്ത് അങ്ങോട്ട് കയറിഞ്ഞ് നെയ്ഡ് അങ്ങ് പോയി വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ ഇവിടെ സെൻറ്റർ വന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ താഴെ ഒരു എനിമി അവിടെ നിൽക്കുന്നു. അവനെ ഒരു അടി അടിച്ച് അടുത്തൊരു അടിക്കാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ ബാക്കിൽ നിന്ന് അടിച്ച് ഞാൻ പെട്ടെന്ന് അവിടെ ഒരു ഗ്ലൂ ആയിട്ട് അത് താഴെ പോയി. പിന്നെ അങ്ങ് നോക്കുമ്പോൾ അങ്ങൊരു എനിമി ലോങ് നിൽക്കുന്നത്. ഞാൻ ഒരു അടി അടിച്ചപ്പോഴേക്കും അവനാണെങ്കിൽ നെറ്റ് പോയിട്ട് നിൽക്കാന്ന് തോന്നി. ഞാനൊരു അടി അടിച്ചപ്പോഴേക്കും അവൻ്റെ നെറ്റൊക്കെ ശരിയായി. ഞാൻ പോയി കവർ എടുത്ത്. പിന്നെ ഇവിടെ സൈഡിൽ നമ്മുടെ ടീംമേറ്റ് ഒരുത്തിന് ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അവൻ ഓപ്പണിൽ വന്ന ടൈമിൽ ഞാൻ AWM വെച്ച് അവനെ അടിച്ച് അവനെ നോക്ക് ചെയ്ത്. പിന്നെ അങ്ങ് നേരത്തെ നെറ്റ് വീണുണ്ടായ അവനാണെങ്കിൽ അവിടെ ഓപ്പണിൽ വന്ന് അവനെ അടിച്ച് നോക്ക് ചെയ്ത്. അതിൻ്റെ അടുത്തവനെ അടിക്കാൻ നോക്കുമ്പോഴേക്കും നമ്മുടെ ടീംമേറ്റ്സ് കളി ഫിനിഷ് ചെയ്ത്. ആ റൗണ്ടും ജയിച്ച് ഇപ്പോൾ 3-2 ആയി സ്കോർ ബോർഡ്. അപ്പോൾ എന്തായാലും അടുത്ത റൗണ്ടിലാണെങ്കിൽ ഇതേ ഗണ്ണിൽ തന്നെയാണ് ഞാൻ കളിക്കുന്നത്. അപ്പോൾ അവന് ഈ ഒരു സ്ഥലം വന്നപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു സൈഡ് വന്ന് നിന്ന്. അപ്പോൾ അങ്ങോട്ടാണെങ്കിൽ അപ്പോൾ നമ്മൾ ജനിച്ച ആ ഒരു സ്ഥലത്താണെങ്കിൽ 2 എനിമീസ് വന്നു. അപ്പോൾ ഒരുത്തിനെ AWM വെച്ച് നോക്കി ചെയ്ത് മറ്റേ തോമസം വെച്ച് ട്രാക്ക് ചെയ്ത് അടിച്ചോട്ടങ്ങ് അടിച്ച് തീർത്ത്. അപ്പോഴേക്ക് മൂന്നാമത്തെ എത്തം വരുന്നത്. അവനാണെങ്കിൽ അവിടെ അവരെ റിവൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ അടിക്കാൻ നോക്കി. പിന്നെ എൻ്റെ നെയ്ഡ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് നെയ്ഡ് എറിഞ്ഞ് അവരെന്തായാലും കില്ല് ഫിനിഷായി കിട്ടി. അവർ സോണിൽ ചത്ത്. പിന്നെ അവരെ റിവൈവ് ചെയ്യാൻ വന്ന എനിമിയാണ് ഇങ്ങോട്ട് ഓടി ചെയ്തിട്ടുണ്ടായി. ഞാൻ AWM വെച്ച് അടിച്ച് അവനെ സോണി ഓണാക്കി. പിന്നെ അവനെ പോയി അടിച്ച് അവൻ്റെ നോക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് ലാസ്റ്റ് ഒരു എനിമിയും കൂടി ബാക്കി ഉണ്ടായിരുന്നു. അവനാണ് അങ്ങുണ്ടായിരുന്നു. നമ്മുടെ ടീംമേറ്റ്സ് അവനെ അടിച്ച് തീർത്ത് നമ്മളങ്ങനെ കളി പോയി അടിച്ച്. ഗൈസ്, അപ്പോൾ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.